ഇന്നത്തെ റീല് നിങ്ങൾ അത്ഭുതപ്പെടുത്തും. ശ്രദ്ധിക്കണേ. വിശുദ്ധ ഖുർആൻ അധിക്ഷേപിച്ച് പറഞ്ഞ ഒരു മനുഷ്യന്റെ കഥ. ഒരാളെയും ഖുർആൻ ആക്ഷേപിച്ച് പറഞ്ഞില്ല, ഒരേ ഒരു വ്യക്തിയെ മാത്രം. എന്താ വ്യക്തി? പുണ്യനബിയെ എല്ലാ അർത്ഥത്തിലും അധിക്ഷേപിച്ച മനുഷ്യൻ. ഖുർആൻ വളരെ മോശമായി പറഞ്ഞ ആ മനുഷ്യൻ അത്ഭുതത്തിൽ രക്ഷ പ്രാപിക്കുന്നുവത്രേ. നമുക്കെങ്ങനെ സന്തോഷിക്കാതിരിക്കും? ചരിത്രത്തിന്റെ ഇന്നലകളെ വിലയിരുത്തുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ലഹബ് മരണപ്പെട്ടതിന് ശേഷം ഞാൻ സ്വപ്ന ദർശനമുണ്ടായി. ചോദിച്ചു, അബൂ ലഹബ്, എന്താ നിന്റെ അവസ്ഥ? പറഞ്ഞു, എല്ലാ തിങ്കളാഴ്ചയും നരകത്തിൽ ചെറിയ ഒരു ഇളവ് എന്റെ വിരൽത്തുമ്പിലൂടെ അല്പം ശുദ്ധജലം എനിക്ക് ലഭിക്കാറുണ്ട്. അതിലൂടെ എനിക്ക് ചെറിയ ആശ്വാസമുണ്ട്. കാരണം എന്തേ? ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മു വതബ്ബത് യദഹു ഫിൽ ജഹീബി മുഖല്ലദ അതാ അന്നഹു ഫീ യൗമിൽ ഇത്നൈനി ദായിമ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബിഅഹ്മദ. എല്ലാ തിങ്കളാഴ്ചയും ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച നരകത്തിൽ കാലാകാലം താമസിക്കുന്ന അബൂ ലഹബിനിക്ക് ചെറിയൊരു ആശ്വാസം ലഭിച്ചതിന്റെ തന്റെ അടിമ സ്ത്രീ, തന്റെ സഹോദരൻ അബ്ദുള്ളക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചപ്പോ അവിടുന്ന് തന്റെ അടിമയെ മോചിപ്പിച്ചു. അത് കാരണം എല്ലാ തിങ്കളാഴ്ചയും പുണ്യ നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചത് കാരണം സാക്ഷാൽ അബൂ ലഹബിനിക്ക് ചെറിയൊരു ഇളവ് ലഭിക്കുന്നുവെങ്കിൽ കവി തുടരുന്നു, സാക്ഷാൽ അബൂ ലഹബിനിക്ക് നരകത്തിൽ രക്ഷ ഇളവുണ്ടെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ തന്റെ ജീവിതം മുഴുവനും പുണ്യനബിയെ ഉൾക്കൊണ്ട് സ്നേഹിച്ച് തന്റെ ജീവിതത്തിലൂടെ ആ പുണ്യനബിയെ അവിടുന്ന് കാണിച്ചു തന്ന വഴിയിലൂടെ ജീവിതം ചിട്ടപ്പെടുത്തി മുഅ്മിനായി മരണപ്പെട്ടാൽ അവന്റെ അത്ഭുതം, അവന്റെ സന്തോഷം എത്രയായിരിക്കും. അതുകൊണ്ട് പുണ്യനബിയുടെ ജന്മദിനം റബീഉൽ അവ്വൽ 12 നമുക്ക് സന്തോഷിക്കാം, അവിടത്തെ മദ്ഹുകൾ പാടാം. ഒരു സുന്നത്തെങ്കിലും ഈ റബീഉൽ അവ്വൽ മൗലിദ് തീരും മുമ്പ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് രക്ഷപ്പെടാം, നമുക്ക് പരിശ്രമിക്കാം. ആ പുണ്യനബിയുടെ വഴിയിലൂടെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ.